അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്തേക്കുവാണ്. ട്രിപ്പ് എന്ന് പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറഞ്ഞാൽ വെളുപ്പിനെ വീട്ടിൽ വന്ന് വിളിച്ചുകൊണ്ട് പോയേക്കുവാണ്. എന്നിട്ട് നമ്മളെ 2 വണ്ടിയുണ്ട്, ബുള്ളറ്റും ഉണ്ട്, നമ്മുടെ ചേതക്കും ഉണ്ട്. നമ്മൾ 500 രൂപയ്ക്ക് എണ്ണ അടിച്ചിട്ട് എവിടെ വരെ പോവാമോ അവിടെ വരെ അങ്ങ് പോവുകയാണ്. അപ്പോൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മളൊരു ഗിവ് അവേ ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ താണ്ടേ നമ്മുടെ വീഡിയോയുടെ വിഷ്വൽസൊക്കെ, നല്ല ട്രാവൽ വിഷ്വൽസൊക്കെ നമുക്ക് ലൈവായിട്ട് കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു ആക്ഷൻ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് എങ്ങനെ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. സംഭവം ഇളകി പോകാതിരിക്കാൻ മാക്സിമം കുറേ ടൈയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടി പോയിട്ട് കാണാം. അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ല ആക്ഷൻ ക്യാമാണ്. അപ്പോൾ സൽമാൻ്റെ ബുള്ളറ്റിലാണ് നമ്മളിത് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇപ്പോൾ 4:30 ഇറങ്ങിയതാണ്. പക്ഷേ ഇപ്പം ലൈറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇൻട്രോ എടുക്കാൻ ഒരു പെട്രോൾ പമ്പിൽ നിർത്തിയതാണ്. ഇനി നമുക്ക് വഴിയെല്ലാം കണ്ടിട്ട് എവിടെ വരെ എത്തുന്നോ അവിടെ വെച്ച് കാണാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇവിടെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിനെ പറ്റി വളരെ ഫേമസ് ആയിട്ടുള്ള ക്ഷേത്രമാണ്. ഇവിടുത്തെ ഉണ്ണിയപ്പം, പിന്നെ എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ? ഇവിടെ പ്രത്യേകത, ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അമ്പലമാണ് ഗണപതി ക്ഷേത്രം. ഏകദേശം എല്ലാ കേരളത്തിൽ നിന്ന് ഫുൾ ആൾക്കാർ ഇവിടെ വിസിറ്റ് ചെയ്യാൻ വരുന്ന അമ്പലമാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ കുളം ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇടയ്ക്ക് നമ്മുടെ ചാനൽ ഫിഷിംഗ് ഫ്രീക്ക് ആവാൻ പോവാണ് ഇനി. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുത്തെ കുളമാണ്. നോക്കേ, മീൻ കിടക്കുന്നു. നോക്കേ, എന്തൊക്കെയോ തിന്ന് അനങ്ങാൻ വയ്യാണ്ടാണ് ഇവിടെ മീൻ കിടക്കുന്നത്. ഈ സംഭവം ഏത് ടൈപ്പ് മീനാടാ? കാറ്റില ഇത് പൊന്നെ, കണ്ടിട്ട് നോക്കേ. നമ്മളെ ഫിഷിംഗ് ഫ്രീക്കൊക്കെ ഇവിടെ വന്നാൽ കുളം കാലിയാക്കുന്ന സംഭവമാണ് കേട്ടോ. ഇവിടെ ഫുള്ള് മീനാണ്. ഗായ്സ്, ഈ കത്ത് കിടക്കുന്ന എല്ലാം മീനാണ് ഗായ്സ്. ഓ മോനെ, വൈശാഖൻ എത്തിയിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് തെന്മലയിലൊന്നും കൂടി കയറുവാണ്. തെന്മല നല്ല കിടിലൊരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. ലുക്കൗട്ടാണ് ഇവിടുത്തെ ഡാമിന്റെ ലുക്കൗട്ട്. പൊളി വൈബ് നെൻബാ, പൊളി വൈബ്. ഫ്രണ്ട്സ്, നമ്മളപ്പോ തെന്മല ഡാമിന്റെ കിടിലൊരു വ്യൂവിൽ എത്തിയിരിക്കുകയാണ്. എന്താ പറയാ, കിടില ഒരു നൈസ് വ്യൂ ആണ്. താഴോട്ടൊക്കെ നോക്കാം, കിടിലല്ലേ. ഫ്രണ്ട്സ്, നമ്മള് അവിടുന്ന് ഇറങ്ങി സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് താഴെ നമ്മുടെ ഡാമിന്റെ വ്യൂ കാണാൻ എത്തിയിരിക്കുകയാണ്. ഇപ്പൊ ഇവിടെ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഡാം ആരും ആളൊന്നും ഇല്ല, ഓപ്പൺ ഒന്നും അല്ലെന്ന് തോന്നുന്നു. എന്നാലും നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പൊ ഇവിടെ. കല്ലട ഇറിഗേഷൻ പ്രോജക്ട് ഒറ്റക്കൽ. അപ്പോൾ ഈ ഡാമിന്റെ എത്രടാ നീളം, എത്ര വരുന്ന ലെങ്ത് ഓഫ് വിയർ എന്ന് പറയുമ്പോ എന്ത് സംഭവം? എനിക്ക് തോന്നുന്നു ഇതാണ് ഈ ഡാമിന്റെ ഈ ബണ്ടിനെയാണെന്ന് വിയർന്ന് വിളിക്കുന്നുണ്ട്. എങ്കിൽ വാ. അപ്പൊ വൈശാനുണ്ട്, സൽമാനുണ്ട്. അപ്പൊ ഫ്രണ്ട്സ്, ആ കാണുന്ന സ്ഥലത്ത് നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ. ആ വ്യൂ പോയിന്റ് ഇപ്പൊ കൊറോണയൊക്കെ ആയതുകൊണ്ട് ഓപ്പൺ അല്ല നിലവില്. പക്ഷെ നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്നതാണ്. ഇപ്പൊ ഈ ഡാമില് നമ്മൾ മാത്രമേ ഉള്ളൂ. കാണില്ല, ഇപ്പൊ ഈ ഡാമില് നമ്മൾ 4 പേര് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടുത്തെ വ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കൊള്ളാം, പൊളി, എന്താ നല്ല വൈബ്.
തമാശയൊക്കെ പറയടേ ഇതുവാടെ ഇങ്ങനെ ഐശ്വര്യ തമാശ പറയടാ. ഒരു തമാശ ഞാൻ പറയാം. ഒരു തമാശ ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടോ. എടാ സൽമാനെ അതുകൊണ്ട് അതിന്റെ തടി പോയി പിടിയടാ. ഓഹോ ചാടി ചാടി. ഒരു കിടിലൊരു സാധനം കാണിച്ചു തരാവേ, നോക്കിക്കോണേ. നമ്മളിപ്പോ ഈ ഡാമിന്റെ ഇവിടെ നിന്നിട്ട് താഴോട്ടുള്ള ഒരു വ്യൂ ഉണ്ട്. ആ വ്യൂ എനിക്ക് അറിയത്തില്ല, നമ്മൾ നേരിട്ട് കാണുന്നതോട് ഇത് ക്യാമറ കൂടി കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് എങ്ങനെ ഈ പാലം എങ്ങനെ ഒഴുക്കി വിടുന്നത് അതുപോലെ ഇരിക്കുന്ന സംഭവമാണോ കാണിച്ചു തരാം. ഗായ്സ് ഇവിടെ ശാന്തമാണ്, നോക്കിക്കോണം. നമ്മുടെ യാത്ര ഇപ്പൊ ഇവിടെ ആര്യങ്കാവില് നമ്മള് റോസ്മലയിലോട്ട് പോകുന്ന റൂട്ട് അല്ലേടാ ഇത്. കുറച്ച് ഓഫ് റോഡിങ് ആയിട്ടൊക്കെ ഉള്ള റോഡാണ്. നമ്മൾ ഇതിന്റെ അകത്തോട്ടാണ് പോകേണ്ടത്. അപ്പൊ ഇവിടുത്തെ സ്ഥലം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കിടിലം പ്ലേസ് ആണ് കേട്ടോ. ഇതാണ് നമ്മൾ വന്ന വഴി. ഇവിടുന്ന് വരുമ്പോ കാണുന്നതെന്ന് വെച്ചാല് എന്താ അധികം ഒഴുക്കൊന്നും ഇല്ലാത്ത നല്ലൊരു വൈബ് നദിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൊണ്ട് അവന്മാരെല്ലാം അതിനകത്ത് ഇറങ്ങാൻ പോകുന്നുണ്ട്. ആ നദിയും പുഴ എന്തേലുമൊക്കെ ആവട്ടെ, എന്തായാലും സ്ഥലം സെറ്റ് സ്ഥലമാണ് കേട്ടോ. വീണോ വൈശാനവിടെ വെള്ളത്തിൽ കിടപ്പുണ്ട്. എന്ത് കാണിക്കുവോ? അങ്ങോട്ട് വഴിയുണ്ട്, അങ്ങ് പോയാലോ. അപ്പൊ നമ്മൾ ആര്യങ്കാവ് നിന്ന് റോസ് മലയിലേക്കുള്ള യാത്ര ഇവിടെ നിന്ന് തുടങ്ങുവാണ്. വാ ബിബിനെ പോവാ. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ഈ യാത്രക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ നമ്മളെ വണ്ടികൾ തന്നെയാണ്. കണ്ടോ, രണ്ടും വിന്റേജ് വണ്ടികളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ചേതക്കിന്റെ ഓണർ വൈശാനുണ്ട്. വൈശാൻ, ചേതക്ക് ഇത് ഏത് വർഷമുള്ളയാളാ? 95. അതായത് ഞങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള. നീ ജനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് രണ്ടുമാണ് നമ്മളെ വണ്ടികള്. പഴക്കമൊക്കെ ഉണ്ടെങ്കിലും പക്ഷെ ലുക്കിലും എങ്ങനെ വർക്കിലും ഒന്നും അതിന്റെ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇതൊക്കെ കൊണ്ട് മെയിൻ ഏറ്റവും കൂടുതൽ പോയിട്ടുള്ള ദൂരം ഏതാണോ വെച്ചാ വാഗമണല്ലേ. വാഗമണൊക്കെ ഓടിയിട്ടുള്ള ഓഫ് റോഡൊക്കെ അത്യാവശ്യം ഓഫ് റോഡൊക്കെ കേറും. അന്ന് കേറിയായിരുന്നു, ഇപ്പം കേറുമെന്ന്. നിന്റെ വണ്ടിക്ക് ചെറിയ ഇതുണ്ടല്ലേ, ചെറിയ മിസ്സിംഗ് ഉണ്ട്. മിസ്സിംഗ് അല്ല, ചെറിയ ഒരു എന്താണ്. അപ്പൊ എന്തായാലും ഇത്രയും വയസ്സൊക്കെ ഉണ്ടായിട്ട് ഇത് രണ്ടുപേരും തലമുറകളായിട്ട് വരുന്നത്. വൈശാൻ ഇത് അച്ഛന്റെ കൈമാറി പുതുക്കിയെടുത്ത വണ്ടി. 1995, ഇത് 98. നിനക്കിത് എവിടെ നിന്ന് കിട്ടിയതാ? ഉപ്പുപ്പാടെ വാപ്പ ഉപയോഗിച്ചോണ്ടിരുന്ന 1998 അല്ലേ? പക്ഷെ വണ്ടി കണ്ടാല് ഒന്നും പറയത്തില്ല, ജസ്റ്റ് സൗണ്ട് ഒന്ന് ഓണായിക്കൊണ്ട്. ഇതിന്റെ സൗണ്ട് ഇത് എളമ്പള്ളൂർ കൂടി പോയാല് അറിയാൻ പറ്റും സൽമാനാ പോകുന്നത്. ജസ്റ്റ് ഒന്ന് ഓണാക്കടാ സൗണ്ട്. നമ്മള് റോസ്മലയിലോട്ട് പോകുന്ന വഴിക്ക് ഇവിടെ ഒരു എൻട്രി ഉണ്ട് കേട്ടോ. ഇത് ഫോറസ്റ്റിന്റെ ഇവിടെ നമ്മള് ജസ്റ്റ് ഫോൺ നമ്പരും പേരും ഒന്ന് എഴുതി. കൊറോണ ഒക്കെ ഉണ്ടായിരുന്നു. സ്റ്റൈലല്ല.
ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പണി കിട്ടിയിരിക്കുകയാണ്. ഇതുണ്ടോ കുത്തനൊരു കയറ്റമാണ് കേട്ടോ. വണ്ടി ചൂടായതാണോ? എന്ത് പ്രശ്നം? എന്ത് വണ്ടി വലിക്കുന്നില്ല, പക്ഷെ നമ്മുടെ ചേതൊക്കെ അങ്ങ് കയറി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മളിവിടെ ഇച്ചിരി റെസ്റ്റ് ചെയ്തിരിക്കുവാണ്. സൽമാനുണ്ട്, വിപിനുണ്ട്. കുത്ത് കയറ്റമാണ് കേട്ടോ, കുത്തനുള്ള കയറ്റോ, കയറാൻ പറ്റിയില്ല. ഫ്രണ്ട്സ് നമ്മുടെ സൽമാന്റെ വണ്ടി ഈ കയറ്റം കയറിയില്ല. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്ത് വണ്ടി തണുത്തിട്ട് സൽമാൻ കയറി പോയിട്ടുണ്ട്. നമ്മളിനി ചേതക്കില് ട്രിപ്പ് അടിക്കാനാണ് ഇപ്പൊ പ്ലാന്. അപ്പൊ നിങ്ങൾക്ക് കാണാം, ഇനി 7 കിലോമീറ്റർ കൂടി ഉണ്ട് നമുക്ക് മലയുടെ മണ്ടയ്ക്ക് എത്താൻ. ഇത് കുത്തനെയുള്ള കയറ്റമാണ്, ചുരം പോലാണ്, ഹെയർ പിൻ വളവാണ് ഏറ്റവും കൂടുതൽ. പിന്നെ നമ്മുടെ ബിബിൻ NCCയുടെ ഫാത്തിമ കോളേജിന്റെ അഭിമാനവും, നേവൽ NCC ഭാവി ആരാ, അതുകൊണ്ട് നമുക്ക് ഈ കയറ്റമൊക്കെ പുത്തരിയാണ്. വൈശാന്റെ പടക്കുതിര മെയ്ഡ് ഇൻ 1990s നമുക്ക് മല കയറാൻ പോവാണ്. നമ്മള് മാക്സ് ലൂസാക്കിയിരിക്കണം കേട്ടോ. വണ്ടിയുടെ പവർ കേട്ടോ, പവർ. 3 പേരെ ഇരുത്തി ഒരു മലയൊക്കെ കയറണമെങ്കിൽ റേഞ്ച് വേണം, റേഞ്ച്. കണ്ടു വാഗപ്പൂവിൻ കുട, കണ്ടു മണിയിലങ്ങിത്തറകളും, മാനോടുന്നുണ്ടേ കൂടുമുണ്ടേ, കിളികൾ പലതുണ്ടേ. കാടേറാൻ വാ, കൂടേറാൻ വാ, കണ്ടതുമെല്ലാം കേട്ടതെല്ലാം കാണാ കാനന കാഴ്ചകൾ. ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനാനേ. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മളിവിടെ ഏറ്റവും ടോപ്പില്, റോസ്മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഈ ഓഫ് റോഡും എല്ലാം നടത്തിയത് വെറുതെ ആയില്ലതാ. ഇവിടെ നിന്നുള്ള വ്യൂ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ നോക്കേ. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട ഒന്നും വെറുതെ ആയില്ല. ഒരു കിടിലം വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇതാ പൊന്നെ നോക്കേ, നിങ്ങൾക്ക് ഈ ക്യാമറ കൂടി നോക്കി അത്രയും കിട്ടുമെന്ന് അറിയത്തില്ല. നമ്മൾ ശരിക്കും വേറെ ഏതോ രാജ്യത്ത് വന്ന ഒരു വൈബാണ് കേട്ടോ. കറക്റ്റ് ആ ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് കിട്ടുന്നത്. മാലിദ്വീപൊക്കെ പോലെ. നമ്മളെ സത്യത്തിൽ ഇത് കാണുന്നതെന്ന് വെച്ചാൽ തെന്മല ഡാമാണ്. ആ ഡാമിന്റെ ഇടയ്ക്കുള്ള കുറെ തുരുത്തുകളാണ് കാണുന്നത്, തുരുത്ത്. അപ്പൊ നമ്മളെ റോസ്മല എന്നുള്ള വ്യൂസ് ആണ് നിങ്ങളിപ്പോ കണ്ടോണ്ടിരിക്കുന്നത്. ഏകദേശം ഇത് എത്ര അടി പൊക്കം കാണൂടാ സൽമാനെ? കടലിൽ നിന്നും ഏകദേശം 5000 അടി പൊക്കത്തിലുള്ള ഒരു ഉള്ളയാണോ? കണ്ടോ? അപ്പൊ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 5000 അടി ഉയരത്തിലാണ് ഞങ്ങളിപ്പോ ഉള്ളത്. സത്യത്തില് സബ്സ്ക്രൈബേഴ്സിന് ഒരു സന്തോഷം. നിങ്ങൾക്ക് ഈ കൊറോണ സമയത്ത് ഇത്രയും ട്രാവൽ ചെയ്ത് ഇവിടെ വന്നിരുന്ന് ഈ വ്യൂ നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പോപ്പ് സ്റ്റാക്കർ ചാനലിന്റെ പേര് നിങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക. പോപ്പ് സ്റ്റാക്കർ എന്ന ചാനലാണ് ഈ വ്യൂ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഒരുക്കി തരുന്നത്. നമ്മൾ മൊത്തം കണ്ണാപ്പി വൈബൊക്കെയാണ്. മാണിക്കച്ചിറകുള്ള മാറത്ത് കുറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. കാടുന്നു കാണാനായി, കൂടുന്നു കൂട്ടാനായി, ആകാശപ്പുഴ നീന്തി ഒളിച്ചു പോയി. കണ്ടു മലനിര, ഓഹോ കണ്ടു താഴ്വര, മാമരം കണ്ടേ, ചോല കണ്ടേ, ഇലകൾ കണ്ടേ, കായ്കളും. ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനാനേ. ഓയ് തന്തിനത്താനേ താനാനേ, തന്തിനത്താനാനേ. അപ്പോൾ നമ്മുടെ ചാനൽ 25K സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ മുതൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഫ്രണ്ട്സും എല്ലാം ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗിവ് അവേ ഒന്നും കൊടുക്കുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ നിന്ന് ആദ്യമായിട്ടൊരു ഗിവ് അവേ കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഗിവ് അവേ എന്തെന്ന് വെച്ചാൽ പോക്കോയുടെ ഏറ്റവും പുതിയ പോക്കോ X3 ആണ് ഗിവ് അവേ ആയിട്ട് കൊടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നമ്മുടെ ഈ വീഡിയോ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമൻറ്റും കൂടി ഇടുക. കമൻറ്റ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ സ്മൈലീസൊക്കെ ഒഴിവാക്കിയിട്ട് എന്തെങ്കിലും വാക്കുകളിൽ കമൻറ്റ് ഇടാൻ ശ്രദ്ധിക്കുക.
അതിനുശേഷം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ പോയി ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഫോളോ ചെയ്യുക. അതിൽ ഈ ഗിവ് അവേയുടെ ഒരു പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ആ പോസ്റ്റ് സ്റ്റോറി ഇട്ട് രണ്ടുപേരെ മെൻഷൻ ചെയ്യുക, ഞങ്ങളെ മെൻഷൻ ചെയ്യുക. ഇത്രയും മാത്രം ചെയ്താൽ മതി ഈ ഗിവ് അവേയിൽ പങ്കെടുക്കാനായിട്ട്. അപ്പോൾ ഞങ്ങൾ ഈ കമൻറ്റിൽ നിന്നും യൂട്യൂബിൽ കമൻറ്റ് പിക്കർ ഉപയോഗിച്ച് റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്ന ഒരു വിന്നർക്കാണ് ഈ പോക്കോ X3യുടെ ഈ ഫോൺ ഗിവ് അവേ ആയിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവരും കമൻറ്റ് ഇടുക. അപ്പോൾ പോക്കോ X3 വിൻ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഈ മലയും കുന്നൊക്കെ കയറി ഇവിടെ മേളി വന്നപ്പോൾ ഞാൻ നോക്കരുത് ഇവിടെ നിന്ന് ഗാനമേളയുടെ സൗണ്ടൊക്കെ കേൾക്കുന്നത്. അപ്പോൾ വേറൊന്നുമല്ല, നമ്മളൊരു ചേട്ടൻ ഇവിടെ നിന്ന് നല്ല കിടിലുമായിട്ട് മിമിക്രി ചെയ്യുവാണ്. മന്ദാരം യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്ക് വേണ്ടി ആ ചേട്ടൻ ജസ്റ്റ് കുറച്ച് ഐറ്റംസ് കാണിച്ചു തരും. ചേട്ടന്റെ മെയിൻ ഐറ്റംസ് ഒന്ന് കാണിച്ചു കൊടുത്തോളൂ. ചേട്ടാ പേരെന്ന് പറഞ്ഞു ചേട്ടാ. എന്റെ പേര് പ്രജിത്ത് കായംകുളം. കുറച്ച് സ്റ്റാറുകളെ ചെയ്യും. നമുക്ക് കുറച്ച് സ്റ്റാർ ആദ്യമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകേഷാണ്. കുറച്ച് നാൾ മുതലേ മുകേഷിനെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മുകേഷിന്റെ വോയിസ് ചെയ്യാം. അളിയോ നെല്ല് നെല്ല് ലവലില്ലേ ആനപ്പാല മാലു ദേ വരുന്നേ ഞാൻ മുട്ടുന്നതിന് മുമ്പ് അളിയങ്കാരി മുട്ടല്ലേ എന്തോന്ന് പുല്ല് അളിയ ഇത് കൊളവാകും. പൊളി. അടുത്തത് വിനായകന്റെ ശബ്ദം. വിനായകന്റെ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ വിനായകന്റെ ശബ്ദം ചെയ്യാം. കൃഷ്ണ ഇത് ഞാനാടെ ഗംഗ ചുമ്മാ വെറുതെ വിളിക്കുന്നുള്ളൂ. ആരെന്തെന്ന് ഉറക്കാൻ തീരുമാനിച്ചുണ്ടാച്ചത് ആ പെണ്ണില്ലേ പന്നി അവനാണ്ടിട്ട് കൊടുത്തത് പകലാണ്ട് രക്ഷപ്പെട്ട് അവനിട്ട് പണി കൊടുത്തിട്ടുണ്ട്. വെയിറ്റ് എട്ടെന്ന് വെച്ചേ. മിമിക്രി ആയാലും മിമിക്രിയിൽ ഇഷ്ടപ്പെട്ട താരം എന്ന് പറഞ്ഞാൽ സുരാജ് വെഞ്ഞാറുമോട്. അദ്ദേഹത്തിന്റെ ശബ്ദം നിന്റെ അമ്മായിയമ്മ അശ്ലീലമാണോ? അല്ല. പാൽപ്പായസം അശ്ലീലമാണോ? അല്ലേതല്ല. അപ്പൊണ്ണ ഉത്സവം നടത്തണം. പണം കള്ളം കൊണ്ടുപോയി. ചില തെണ്ടുകൾ പറയണം നിങ്ങൾ മുക്കിയതാന്ന്, മറ്റു ചില തെണ്ടുകൾ പറയണം ഞാൻ കട്ടതാണെന്ന്. ഞാൻ കപ്പല്ല നിങ്ങൾ മുക്കൊന്നും നമുക്ക് രണ്ടുപേർക്കും അറിയില്ലെന്ന. ഇതിനൊക്കെ കാരണം നിങ്ങളുടെ ചേട്ടൻ കട്ടി തെണ്ടി ആവാസം 2 ദിവസം കണ്ടുകൂടി. ഇവൻ ഒറ്റൊന്നും കാരണോ എന്റെ ശിവന്. പൊളി. സിനിമാടന്മാരെന്ന് പറയുമ്പോൾ ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത് നമ്മുടെ ശശി കലിംഗ സാറിന് ഉണ്ടാവും. ചേട്ടാ നിന്നോട് ഞാൻ പണിത പച്ചക്കൊള്ളിലെ ചുവന്ന മുത്തപ്പെട്ടിപ്പിച്ച പാർട്ടി പേരെടുത്തോട്ട് പറഞ്ഞത് ആരെങ്കിലും പൈസയുടെ ആവശ്യമായിട്ട് ഓടി എന്റെ അടുത്ത് വരും. ജഗതി ശ്രീകുമാരേട്ടന്റെ രാമ ശ്രീരാമൻ എന്ന് പറഞ്ഞ ആ പാട്ട്. രാമ ശ്രീരാമ പോകും വഴിയല്ല സീതവരും കൂടെ. രാമ ശ്രീരാമ കൂടെ വരുന്നു ഞാൻ. തീ പോകും വഴിയല്ല സീതവരും കൂടെ.